ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഡേയ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഐ തോട്ട് ഓഫ് ഡോക്യുമെൻറ്റിങ് ദോസ് ഡേയ്സ്. ആക്ച്വലി ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് രാത്രി പോയതാണ് കറണ്ട്. അപ്പോൾ തൊട്ട് എടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ കറണ്ട് ഇപ്പോൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ കാത്തിരുന്നു. ഇപ്പോൾ ഒത്തിരി നേരമായി ഇതുവരെ കറണ്ട് വന്നില്ല. 2 ദിവസം ആവാനായി കറണ്ട് വന്നിട്ടില്ല. ഒരുപാട് സ്ട്രീറ്റ്സിൽ കറണ്ട് വന്നു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ കറണ്ട് വരുന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇന്ന് മൺഡേ ആണ്. ആക്ച്വലി നമുക്ക് ഇന്ന് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. എനിക്കിന്നൊരു എക്സാം ഉണ്ടായിരുന്നു. പക്ഷേ ബസ് എല്ലാ ട്രാൻസിറ്റും നമ്മുടെ പീറ്റർബ്രോ ട്രാൻസിറ്റ് സസ്പെൻഡഡ് ആണ്. ഇപ്പോഴും കുറേ സ്ട്രീറ്റ്സിൽ പവറില്ല. നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് കുക്ക് ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കറണ്ട് ഇല്ലാത്ത കാരണം ഹീറ്റർ വർക്കാവുന്നില്ല നമ്മുടെ റൂമിലൊന്നും. ഹീറ്റർ ഇല്ലാത്ത കാരണം നമുക്ക് ഭയങ്കര തണുപ്പാണ്. ഓഫ് കോഴ്സ് പുറത്തൊരു -3, -4 ഡിഗ്രി ഒക്കെ ആകുമ്പോഴത്തേക്കും അകത്ത് അത്ര സുഖമുള്ളൊരു ടെമ്പറേച്ചർ ആയിരിക്കില്ല ഹീറ്റർ ഇല്ലാണ്ട്. ഞാൻ ഇങ്ങനത്തെ ഇതൊക്കെ പുറത്തിടുന്ന ക്ലോത്ത്സാണ് ഞാൻ അകത്ത് റൂമിനകത്ത് എടുത്തിട്ടിരിക്കുകയാണ്. കാരണം ഇറ്റ്സ് നോട്ട് മാനേജബിൾ. പിന്നെ ഈ കംഫർട്ടറിൻ്റെ അടിയിലൊക്കെ ആയിരുന്നു നമ്മളുണ്ടായിരുന്നത്. ഇപ്പോൾ സമയം ഞാൻ രാവിലെ ഒരു 8-8:30 എണീറ്റതാണ്. പക്ഷെ നമുക്ക് എണീറ്റ് കഴിഞ്ഞിട്ട് താഴെ കാലുകുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തെങ്കിലും സോക്സൊക്കെ ഇനി എടുത്തിടണം. അത്രയും തണുപ്പാണ്. റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും അതിനേക്കാളും തണുപ്പാണ്. ഇപ്പോൾ ആക്ച്വലി ഐസൊക്കെ ഓൾമോസ്റ്റ് ഉരുകി മെൽറ്റായി പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഡിസ്ട്രക്ഷൻസ് ഉണ്ടാവില്ല. പക്ഷെ ഓൾറെഡി ഉണ്ടായ ഡിസ്ട്രക്ഷൻ നമ്മളിനി എങ്ങനെ അതെങ്ങനെ ശരിയാക്കും എന്നുള്ളതിലായിരിക്കും ഇനി. അതിനുള്ള സമയമാണ് ഇനി എടുക്കുക. ബസ്സില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്കിപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും വേറെ സ്ട്രീറ്റ്സിലോട്ട് പോയിട്ട് നമുക്ക് അസൈൻമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. ഇപ്പം വീടിനകത്തിരിക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര തണുപ്പാണ്. വെള്ളം ഭയങ്കര പ്രശ്നമാണ്. വെള്ളം ഇനി അറിയില്ല. വരുന്ന വെള്ളം തന്നെ ഭയങ്കര തണുപ്പാണ്. ഫ്രീസറിൽ നിന്ന് എടുത്ത പോലെയാണ് വെള്ളം ഇരിക്കുന്നത്. പിന്നെ ഫുഡ് ഇല്ല. ഫുഡ് നമുക്ക് കുക്ക് ചെയ്യണമല്ലോ. നമ്മൾ ഗ്രോസറി എല്ലാം മേടിച്ചതാണ്. അത് വേറെ കാര്യം. ഇതിന് 2 ഡേയ്സ് ബാക്ക് എൻ്റെ വീട്ടിലുള്ള മിക്കവരും ഗ്രോസറി മേടിച്ചതാണ്. ഗ്രോസറി മേടിച്ചിട്ട് അത് കുക്ക് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഫ്രീസറിലും ഫ്രിഡ്ജിലൊക്കെ ആയിട്ട് വെച്ചതാണ്. 2 ദിവസമായിട്ട് തണുപ്പില്ല. ഓഫ് കോഴ്സ് അത് നശിച്ചു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഞാൻ സൺഡേ ആണ് ഗ്രോസറി മേടിക്കാൻ വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിച്ചത്. സൺഡേ ഗ്രോസറി മേടിക്കാമെന്ന് വിചാരിച്ചു. ഫ്രൈഡേ ഇവരോട് നിന്ന് പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ഒരു പാക്കറ്റ് ബ്രെഡും പഴം എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ അത് മാത്രം കഴിക്കാനുണ്ട്. പഴവും ബ്രെഡും ഉണ്ട്. വേറെ ഒന്നും കഴിക്കാനില്ല. ഫോണിൽ ചാർജ് ഇല്ല. പക്ഷേ എൻ്റെ ലാപ്ടോപ്പിൽ 100% ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് പ്ലഗ് ഇൻ ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫോണിൽ നല്ലതാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷേ പ്ലഗ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഫോൺ ചാർജ് ചെയ്യണത്. ഇപ്പോൾ എന്നല്ല, ഇന്നലെ ഒരു രാവിലെ തൊട്ട് ഇപ്പോൾ അങ്ങനെയാണ് ചാർജ് ചെയ്യണത്. കുറച്ച് ആയിട്ട് ചാർജ് ചെയ്ത് ബാറ്ററി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തണുത്ത് മരവിച്ച പഴമാണ് നമ്മൾ രാവിലെ തന്നെ കഴിക്കണേ. കല്ലും കട്ട പോലെയായി പഴം. തണുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച പോലെ. ഇപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ മെസ്സേജൊക്കെ വന്നു തുടങ്ങി. കുറേ ക്യാമ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഉള്ള പോലെ ഇവിടെയും ക്യാമ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാമായിട്ട് ഇരിക്കണമെങ്കിൽ അവിടെ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയൊക്കെയോ ക്യാമ്പുണ്ട്. നമുക്കറിയില്ല. നമ്മൾ മാത്രമല്ലല്ലോ, കനേഡിയൻസ് ഉണ്ടായിരിക്കും. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ആസ് ഓഫ് നൗ. അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് യൂണിവേഴ്സിറ്റീസിൽ കറണ്ട് വന്നു, ആ സ്ട്രീറ്റിൽ കറണ്ട് വന്നു കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് പിള്ളേർ പോകണ്ട, അവിടെ ഓൾറെഡി ക്ലോസ്ഡ് ആണെന്നും പറഞ്ഞിട്ട് അടുത്ത മെസ്സേജ് വന്നു. അപ്പോൾ നമ്മളെല്ലാവരും ട്രാപ്ഡായി. നമുക്ക് പുതിയ വന്നിരിക്കണ അപ്ഡേറ്റ് അനുസരിച്ച് ഈ റീസ്റ്റോറേഷൻ ടൈം ഇവർ ആവശ്യപ്പെടുന്നത് ഏപ്രിൽ 5 വരെയുള്ള സമയമാണ്. അതായത് ഇന്ന് തൊട്ട് 5 days സമയമാണ് അവരെടുക്കുന്നത്. അതുവരെ നമുക്ക് ഹൈഡ്രോ ഇല്ല, കറണ്ട് ഇല്ല, ഹീറ്റർ ഇല്ല, ഒന്നുമില്ല. വെള്ളം ഉണ്ടല്ലോ, ഫ്രീസറിൽ വെച്ചെടുത്ത വെള്ളം പോലെയാണ് ഇരിക്കണേ. ഫുഡൊന്നുമില്ല. നമ്മൾ കഴിക്കണ ഫുഡ് കാണിച്ചു. സ്റ്റേപ്പിൾ ഡയറ്റ് ഫോർ 2-3 days. ഇനി ഞാൻ വീടിൻ്റെ ബാക്ക് പോർഷൻ കാണിച്ചു തരാം. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ പല സ്ട്രീറ്റ്സിലും ഓൾറെഡി ക്ലിയർ ആയി. നമ്മുടെ വീടിൻ്റെ ഈ റൂഫ് ടോപ്പിലൊക്കെ വീണ മരമെല്ലാം ഇപ്പോൾ നിലത്ത് കിടപ്പുണ്ട്. ചില്ല് പൊട്ടി വീണ പോലെയാണ്, ബ്രോക്കൺ ഗ്ലാസ് പോലെയാണ് നിലത്ത് ഐസ് കിടക്കണ. കാണിച്ചു തരാം. ഇങ്ങനെയായിരുന്നു ഫ്രീസിങ് റെയിൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ഉള്ളത്. ഈ ദിവസമാണ് ആദ്യമായിട്ട് കറണ്ട് പോയത്. വാ,
ഒരു 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 ദുരന്തം നടന്നതാണ് ഈ കാണുന്നത്. അടുത്തൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്തുള്ള ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോൺ കോൾ ചെയ്യാൻ പോലും നമുക്ക് റേഞ്ച് കിട്ടണില്ല. കാരണം എനിക്ക് അറിഞ്ഞൂടാ, ഇവിടെ റേഞ്ചേ ഇല്ല. നമ്മൾ ഈ വീടിന് ചുറ്റും ഞാൻ 2 റൗണ്ട് നടന്നാലേ നമുക്ക് ഒരു കട്ട റേഞ്ചൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാം. എന്താ പറഞ്ഞോ? എന്താന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ഞാൻ കാനഡയിൽ വന്നിട്ട് 1 വർഷത്തിൽ കൂടുതലായി. പക്ഷെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ്. കാരണം ഇവിടെ എല്ലാം ഓടുന്നത് ഇലക്ട്രിക് ഇതുകൊണ്ടാണ്. നമുക്ക് സ്റ്റൗവില്ല, ഓവനില്ല, ഫ്രിഡ്ജില്ല, ഒന്നുമില്ല. ലൈക്ക് ലിറ്ററലി ഒരു സ്റ്റോപ്പായ അവസ്ഥയാണ്. അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി കഴിക്കുകയാണ്. അതുകൊണ്ട് ആകെ ഇപ്പോൾ കഴിക്കാൻ പറ്റുകയെന്നുള്ളത് ജസ്റ്റ് ബ്രെഡും ജാമും കൂട്ടി കഴിക്കുകയാണ്. ഈവൻ പൈപ്പിൽ വരുന്ന വെള്ളം പോലും തണുപ്പാണ്. ആ കണ്ടീഷൻ. ഇനി അസൈൻമെന്റ് കേസ് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. അത് അടിപൊളിയാണ്. ചില പ്രോസസ് എക്സ്റ്റെൻഡ് ചെയ്യില്ല. ആ അവസ്ഥ പാസ്സാവോ ഫെയിലാവോ എന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ സങ്കടം വരുന്നത് ആക്ച്വലി എന്ത് ചെയ്യണ്ടേ. കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ആക്ച്വലി കറണ്ട് വന്നിട്ടുണ്ട്. ബട്ട് ഇവിടുന്ന് നല്ല ദൂരമാണ്. ആൻഡ് ഇപ്പോൾ നിലവിൽ നോ ബസ് സർവീസ്. ആ അവസ്ഥയാണ്. ലിറ്ററലി സ്തംഭനമാണ് ഗൈസ്, സ്തംഭനമാണ്. എല്ലാം സ്തംഭിച്ചേക്കുവാണ് ഇവിടെ. ഓക്കെ ബൈ, താങ്ക് യു. വീട്ടില് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനും ചാർജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നും കറണ്ട് വരുന്നൊരു പ്രതീക്ഷയില്ല. പുറത്താണെങ്കിൽ അതിനേക്കാളും തണുപ്പ്, അകത്തും തണുപ്പ്, എല്ലായിടത്തും തണുപ്പ്. ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോലും കറണ്ട് ഇല്ല. അവിടെയൊക്കെ ഇതുപോലെ പവർ ഇല്ലാണ്ട് ഇരിക്കുക. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന സ്ഥലം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫുഡില്ല, ചാർജും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് നമ്മൾ പീറ്റർബ്രോ സ്ക്വയർ മോളിനകത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാത്ത, അത്രയും പോപ്പുലർ അല്ലാത്തൊരു മോളാണ് കേട്ടത്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഓരോ ചാർജിങ് പോർട്ടൽസിലും ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അത്യാവശ്യം വാമായിട്ടുള്ള പ്ലേസായ കാരണം നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ തന്നെ വിചാരിച്ചു. കാരണം വീടിനകത്ത് ഭയങ്കര തണുപ്പാണ്, നമുക്ക് ബെയറബിൾ അല്ലാത്തത്രയും തണുപ്പാണ്. പിന്നെ ഇങ്ങനെ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പം നിങ്ങൾ വിചാരിക്കും നമുക്കുള്ളത് വെച്ച് നമ്മൾ കംപ്ലെയിൻ ചെയ്യുകയാണെന്ന്. ഒരിക്കലും അല്ല. ഈ ഒരു സിറ്റുവേഷൻ മാത്രമാണ് പ്രശ്നം. ഈ ഒരു ഫ്രീസിങ് റെയിൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയും വന്നത്. അല്ലെങ്കിൽ നമുക്ക് ലൈക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ദൈവം സഹായിച്ചവിടെ ഇല്ല. ഇപ്പോൾ ഈ ഫ്രീസിങ് റെയിൻ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായ കാരണം, ഇപ്പം കറണ്ട് ഇല്ലാത്ത കാരണം ഉണ്ടായ പ്രശ്നങ്ങളാണ്. നമുക്ക് അസൈൻമെൻറ്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റില്ല, ഹീറ്ററില്ല, വെള്ളത്തിനും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് മാത്രം വന്ന പ്രശ്നമാണ്. അല്ലാണ്ട് ഇവിടുത്തെ ലൈഫിനെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങളെയോ ഒന്നും ഒരിക്കലും കംപ്ലയിൻറ്റ് ചെയ്യില്ല. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള മിക്കവരും ഗ്രേറ്റ്ഫുള്ളാണ്. ഇപ്പോൾ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ ഉള്ളതിൽ അത്യാവശ്യം ഗ്രേറ്റ്ഫുള്ളാണ്. ആക്ച്വലി ഇതൊക്കെ നമ്മളൊരു സമയത്ത് ആഗ്രഹിച്ചൊരു കാര്യമാണ്. അബ്രോഡ് നിൽക്കുക അല്ലെങ്കിൽ അബ്രോഡ് വരിക, പഠിക്കുക എന്നുള്ളതൊക്കെ നമ്മളൊരു സമയത്ത് ആഗ്രഹിച്ച് അല്ലെങ്കിൽ നടക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. നമ്മുടെ വിഷ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പം ഇപ്പോൾ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള ആയിരിക്കുക എന്നുള്ള കാര്യത്തിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. എന്നാൽ ഈ ഒരു സിറ്റുവേഷനെയാണ് ആക്ച്വലി ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. നാളെ ഒരിക്കലും നമ്മൾ മറക്കില്ല, പക്ഷെ എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാനും മാത്രം. ഹലോ, ഞങ്ങൾ മാത്രമുള്ള ഇപ്പം മോളിനകത്ത് വേറെ ആൾക്കാർ കുറേ പേരൊക്കെ മിക്കവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇവിടെ ആരുമില്ല. ഞങ്ങളെ ഇറക്കി വിട്ടതാണോ നല്ല സംശയത്തിൽ. ഇവിടുത്തെ കറണ്ട് ഓഫാക്കി. വാവ്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം. കാരണം ഇത് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാറായി. ഇവിടുത്തെ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തു. അങ്ങനെ അലഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ എന്താ ഓർഡർ ചെയ്യണം നമുക്ക് മെനു നോക്കിയിട്ട് തീരുമാനിക്കാം.
ഫ്രീസിങ് റെയിൻ ആയതുകൊണ്ട് തന്നെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കഫേസൊക്കെ ഓൾറെഡി ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഓപ്പൺ ആയിട്ടുള്ളതെല്ലാതും ഭയങ്കര തിരക്കായിരുന്നു. കാരണം സ്റ്റുഡൻസ് എല്ലാവരും ലാപ്ടോപ്പും ചാർജറെല്ലാം എടുത്ത് അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി കഫേസിലും റെസ്റ്റോറൻറ്റ്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉള്ളതിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു ഞങ്ങൾ പോയത്. ഫുഡിൽ അത്ര ഹാപ്പിയൊന്നും ആയിരുന്നില്ല. എന്നാൽ പോലും ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഫുഡ് മേടിക്കാൻ പറ്റിയല്ലോ എന്നുള്ള കാര്യം ഓർത്തിട്ട് നമ്മൾ കിട്ടിയത് അങ്ങോട്ട് കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമില്ല എന്ന്. ഫുഡിന് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നത് കൊണ്ടും എനിക്ക് അത്ര കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഫുഡ് പാക്ക് ചെയ്തെടുത്തു. പോവല്ലേ വീട്ടിലേക്ക്? സ്റ്റേ ചെയ്യണം. വീട്ടിൽ പോവാം. ഗൈസ് 7 മണിയായി, ഇതുവരെ കറണ്ട് വന്നില്ല. ആസ് ഓഫ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇനിയും പറഞ്ഞ പോലെ 3 ദിവസം എടുക്കും. ഏപ്രിൽ 3 അല്ലെങ്കിൽ മിനിമം ഏപ്രിൽ 2 കറണ്ട് വരാൻ വേണ്ടിയിട്ട്. നാളത്തെ ക്ലാസ് ക്യാൻസൽ ചെയ്തൊന്നും പറഞ്ഞിട്ട് വെയിൽ വന്നിരിക്കുകയാണ്. സമയം പോകുന്നതോറും തണുത്ത് മരവിച്ചിറങ്ങി, ഭയങ്കര തണുപ്പ്. ഗൈസ് ഇപ്പോൾ 8:30 കറണ്ട് വന്നില്ല ഇതുവരെ. മെഴുതിരിയൊക്കെ കത്തിച്ചിട്ടാണ് ഇവിടെ അതിന് ചുറ്റിരിക്കണേ. ഒരു മെഴുതിരിയുണ്ട്, 3 ആളുണ്ട്. വീട്ടിലെ ബാക്കി ആൾക്കാരൊക്കെ അവിടെ ഇവിടേക്ക് പോയി, അവരുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയി. അവിടെ കറണ്ട് വന്നെന്ന് പറഞ്ഞിട്ട് കുറേ നേരം അങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചൊന്ന് പ്രാങ്ക് ചെയ്യാമെന്ന്. ഇനീഷ്യലി അത് വല്ല കുഴപ്പമില്ലാണ്ട് പോയെങ്കിലും ലാസ്റ്റ് ഞങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കുകയും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വയലൻ്റ് ആവുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറേ നേരം ക്യാൻഡിലിൻ്റെ വെട്ടത്തിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരൊറ്റ ക്യാൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിയാനായി. അപ്പോഴേക്കും ഞങ്ങൾ ഫെയറി ലൈറ്റ്സ് ഒക്കെ എടുത്തു. ഭാഗ്യത്തിന് അത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഫെയറി ലൈറ്റ്സ് ആയിരുന്നു. അപ്പോൾ ആ ഫെയറി ലൈറ്റ്സ് കത്തിച്ചിട്ടാണ് പിന്നെ കുറച്ച് നേരം ഞങ്ങളിരുന്നത്. പിന്നെ അന്നത്തെ ദിവസം തന്നെ നമ്മുടെ ഹൗസ് മേറ്റിൻ്റെ ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ക്യാൻഡിലും ഫെയറി ലൈറ്റ്സൊക്കെ ആയി. അപ്പോൾ നമുക്ക് അന്ന് തന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബർത്ത്ഡേയും കൂടി നമ്മൾ ആ ഇരുട്ടത്തായാലും നമ്മൾ വിട്ടുകൊടുത്തില്ല, ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെയായി, ഇതുവരെ കറണ്ട് വന്നിട്ടില്ല. ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങാൻ തോന്നണില്ല, കാരണം അതുപോലെ തണുത്ത് മരവിച്ചിരിക്കുകയാണ്. അങ്ങനെ 3ാമത്തെ ദിവസം രാവിലെ 10 മണിയായപ്പോൾ കറണ്ട് വന്നിരിക്കുകയാണ്. നമ്മളിനി കുറച്ച് ക്ലീനിങ്ങും കുക്കിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് മൂവ് ചെയ്യാണ്. സോ അത്രയേ ഉള്ളൂ.